The Real FM 103.6. Shraddha. ഛായാഗ്രാഹകനായും സംവിധായകനായും മലയാളത്തിലെ എണ്ണം പറഞ്ഞ നിരവധി ക്ലാസിക് ചിത്രങ്ങളുടെ ഭാഗമായ ലോകപ്രശസ്ത മലയാള ചലച്ചിത്രകാരൻ ഷാജി എൻ കരുൺ വിട പറഞ്ഞു. പി ഭാസ്കരൻ, അരവിന്ദൻ, എം.ടി., കെ.ജി. ജോർജ്, ഹരിഹരൻ, പത്മരാജൻ, മോഹൻ, ലെനിൻ രാജേന്ദ്രൻ, രഘുനാഥ് പലേരി, കെ.പി. കുമാരൻ തുടങ്ങിയ പ്രഗത്ഭ സംവിധായകരുടെ ഇഷ്ട ഛായാഗ്രാഹകനായിരുന്നു അദ്ദേഹം. ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയ മലയാള ചിത്രമായ പിറവിയിലൂടെ സ്വതന്ത്ര സംവിധായകനായ അദ്ദേഹത്തിന്റെ രണ്ടാം ചിത്രമായ സ്വം കാൻ മേളയിലെ പ്രധാന മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ആദ്യ മലയാള ചിത്രമാണ്. മോഹൻലാൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച വാനപ്രസ്ഥം, മമ്മൂട്ടി നായകനായ കുട്ടിസ്രാങ്ക് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ നിരവധി ദേശീയ, അന്തർദേശീയ, സംസ്ഥാന പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി. സംസ്ഥാന രാജ്യാന്തര ചലച്ചിത്രമേളയുടെ അധ്യക്ഷനായിട്ടുണ്ട് അദ്ദേഹം. സംസ്ഥാന സർക്കാരിന്റെ ജെ.സി. ഡാനിയൽ പുരസ്കാരം ഏറ്റുവാങ്ങി ദിവസങ്ങൾക്കിപ്പുറമാണ് ഷാജി എൻ കരുൺ എന്ന ചലച്ചിത്ര പ്രതിഭ വിട പറയുന്നത്. സിനിമാ മേഖലയ്ക്ക് തീരാ നഷ്ടമായി മാറിയ ഈ വേർപാടിൽ ശ്രദ്ധ ഇന്ന് അദ്ദേഹത്തെ സ്മരിക്കുന്നു. ആദ്യം ചലച്ചിത്ര അക്കാദമി ചെയർമാനും നടനുമായ പ്രേംകുമാർ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു. മലയാള സിനിമയെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമൊക്കെ വളരെ ശ്രദ്ധേയമാക്കി മാറ്റിയ നമ്മുടെ മഹാപ്രതിഭകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരാണ് ഷാജി എൻ കരുൺ സാർ. ഒരു ഛായാഗ്രാഹകൻ എന്ന നിലയ്ക്കാണ് ആദ്യം അദ്ദേഹം തുടങ്ങുന്നത്. അരവിന്ദേട്ടനെ പോലുള്ളവരുടെ അങ്ങനെയുള്ള ചലച്ചിത്രാചാര്യന്മാരുടെയൊക്കെ കൂടെ അദ്ദേഹം പ്രവർത്തിച്ചു. ഏതാണ്ട് 40-ലധികം സിനിമകൾ അദ്ദേഹം ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ ശ്രദ്ധേയമായ സിനിമകളായിരുന്നു. ആദ്യമായിട്ട് അദ്ദേഹം സംവിധാനം ചെയ്യുന്ന സിനിമ പിറവി. ഇന്നും അതൊരു വലിയ ഒരു ക്ലാസിക് ആണ് എന്ന് തന്നെയാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു സിനിമയാണ്. അത്രയേറെ സിനിമയുടെ ഒരു തീവ്രമായ അനുഭവം പകർന്നു നൽകുന്ന ഒരു സിനിമയാണ്. സ്വം, വാനപ്രസ്ഥം ഇതെല്ലാം കാൻ ഫെസ്റ്റിവലിൽ ഇത് നേടിയ സിനിമകളാണ്. ഒരേ സംവിധായകന്റെ 3 സിനിമകൾ കാൻ ഫെസ്റ്റിവലിൽ ഇടം പിടിക്കുക, അതൊരു അപൂർവമായ സംഭവമാണ്. അങ്ങനെയുള്ള വലിയ വലിയ നേട്ടങ്ങൾ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. മലയാള സിനിമയിലെ പരമോന്നത പുരസ്കാരം എന്ന് പറയുന്നത് ജെ.സി. ഡാനിയൽ പുരസ്കാരം ഇതിനു മുമ്പ് അദ്ദേഹത്തിന് ലഭിച്ചില്ല. ഞാനൊക്കെ ഭരണസമിതിയിൽ ഉള്ള സമയത്ത് ആ ഒരു പുരസ്കാരത്തിന് അദ്ദേഹം അർഹനായി എന്നുള്ളത് ഞങ്ങളെയൊക്കെ പോലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ധന്യതയുടെ കൂടി നിമിഷമാണ്. കാര്യം അത് വ്യക്തിപരമായി എനിക്കതൊരു വലിയൊരു അഭിമാനത്തിന്റെ നിമിഷമായിട്ട് ഞാനത് കാണുക. ഒരു മികച്ച ചലച്ചിത്ര പണ്ഡിതൻ, ഒരു ചലച്ചിത്ര അധ്യാപകൻ, സിനിമയുടെ എല്ലാ സാങ്കേതികമായ, കലാപരമായ എല്ലാ വശങ്ങളെയും കുറിച്ച് ആഴത്തിലുള്ള അറിവുണ്ടായിരുന്ന ഒരു വ്യക്തി. ലോക സിനിമയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു വലിയ ബന്ധം, ലോക സിനിമയിലെ വലിയ ചലച്ചിത്ര ആചാര്യന്മാരുമായിട്ടുള്ള, ചലച്ചിത്ര പ്രതിഭകളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം, അതൊക്കെ എടുത്തു പറയേണ്ടതാണ്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി 1998 രൂപീകൃതമായപ്പോൾ അതിന്റെ ആദ്യത്തെ ചെയർമാനായി നിയമിതനായത് ഷാജി എൻ കരുൺ സാറാണ്. പിന്നീട് ഈ കാലയളവിലൊക്കെ അതിനോടൊപ്പം അദ്ദേഹം സഞ്ചരിക്കുകയും വേണ്ട മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും എല്ലാം നൽകിക്കൊണ്ട് അക്കാദമിക്ക് ഒരു ദിശാബോധം നൽകുന്നതിൽ തന്നെ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഷാജി എൻ കരുൺ സാർ. അക്കാദമിക്ക് ഒരു വലിയ നഷ്ടമാണ്. വ്യക്തിപരമായിട്ട് എനിക്കൊരു വലിയൊരു ഗുരുസ്ഥാനീയനെ ആണ് നഷ്ടമായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരുപാട് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ കഴിഞ്ഞ IFFKയുടെ സമയത്തൊക്കെ നമുക്കത് വലിയ പ്രയോജനം ചെയ്തതാണ്. അപ്പൊ ആ തരത്തിലൊക്കെ അക്കാദമിയുടെ ഒരു പ്രവർത്തനങ്ങൾക്ക് വലിയ കൂട്ടായി നിന്ന, തുണയായി നിന്ന ഒരു വ്യക്തിത്വമാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതൊരു വലിയ വലിയ നഷ്ടമെന്നൊക്കെ നമ്മൾ ആലങ്കാരികമായിട്ട് പറയുന്നില്ല, അതിലൊക്കെ അപ്പുറം ആഴമാർന്ന ഒരു നഷ്ടമാണ് അത് സംഭവിച്ചിരിക്കുന്നത്. സിനിമാ മേഖലയ്ക്കും ഒരു വലിയ ഒരു ആഘാതമാണ് ശരിക്കും അദ്ദേഹത്തിന്റെ ഒരു വിയോഗം സൃഷ്ടിച്ചിരിക്കുന്നത്. കുട്ടിസ്രാങ്ക് എന്ന ചിത്രത്തിന്റെ തിരക്കഥാ രചനയ്ക്ക് ദേശീയ പുരസ്കാരം നേടിയ പ്രശസ്ത തിരക്കഥാകൃത്ത് P.F. മാത്യൂസ് സംവിധായകൻ ഷാജി എൻ കരുണിനെ ഓർക്കുന്നു. നാനാരുടെ മകൻ കൃഷ്ണകുമാറാണ് എന്നെ വിളിച്ചത്, ഷാജി എൻ കരുൺ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അദ്ദേഹത്തെ ഞാൻ മീറ്റ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു എന്റെ അടുത്ത സിനിമ എഴുതാനായിട്ടാണ് ഞാൻ വിളിച്ചത്. അപ്പൊ ഞാൻ ചോദിച്ചു, പക്ഷെ എന്നെ വിളിച്ചത് എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു തീരദേശത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു സിനിമയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കേന്ദ്ര കഥാപാത്രം സ്രാങ്കാണ്, കുട്ടി സ്രാങ്ക് എന്നാണ് പേരിട്ടിട്ടുള്ളത്. മമ്മൂട്ടിയായിരിക്കും ആ വേഷം ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഏതാണ്ട് ഏറെക്കുറെ ഒരു വരിയിലാണ് ആ കഥ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: കുട്ടി സ്രാങ്ക് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാൾക്ക് 3 തരത്തിലുള്ള 3 സ്പേസിലുള്ള ജീവിതം. തീരദേശം, അതായത് കൊച്ചി, തിരുവിതാംകൂർ, മലബാർ എന്നീ ദേശങ്ങളിലുള്ള ജീവിതം. ഈ 3 ദേശങ്ങളിലായിട്ട് 3 സ്ത്രീകളുമായിട്ട് അയാൾക്ക് ബന്ധം ഉണ്ടായിരുന്നു. 3 കാലാവസ്ഥകളിലാണ് നമ്മൾ ഈ സിനിമ ചെയ്യുന്നത്.
എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. വളരെ സാധ്യതകളുള്ള ഒരു വിഷയമാണല്ലോ അത്. പക്ഷെ കഥ എന്ന് പറയാനൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെതായ രീതിയിൽ എഴുതി നോക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് ഒരു ഡ്രാഫ്റ്റ് തീർത്തു, അദ്ദേഹത്തെ കാണിച്ചു. അദ്ദേഹം പറഞ്ഞത് കൊള്ളാം, നന്നായിട്ടുണ്ട്, പക്ഷെ ഈ 3 കൾച്ചർ വരണം നമുക്ക്. കൊച്ചിയിലാണെങ്കിൽ ചവിട്ട് നാടകം, തിരുവിതാംകൂർ ദേശത്താണെങ്കിൽ നമുക്ക് മന്ത്രവാദം അതുപോലെയുള്ള സംഭവങ്ങൾ വരണം, കുതിരകെട്ട് വരണം എന്ന് പറഞ്ഞു, അനുഷ്ഠാന കർമ്മമായിട്ട് ചെയ്യുന്നത്. പിന്നെ മലബാറിലും അതുപോലെ തന്നെ. അങ്ങനെയാണ് അതിന്റെ തിരക്കഥയുടെ ജോലി തുടങ്ങിയത്. നാച്ചുറലി ഒരു നല്ല സംവിധായകൻ ചെയ്യുന്നത് പോലെ അതിന്റെ ഷൂട്ടിംഗ് വേളയിൽ അദ്ദേഹം തന്റേതായ ഒരു വേർഷൻ അതിനെ സൃഷ്ടിക്കുകയും ചെയ്തു. സ്ത്രീകളുടെ ഒരു കാഴ്ചപ്പാട് കിട്ടണം, അതിനുവേണ്ടി നമുക്ക് ഒരു ഫിമെയിൽ സിനിമാറ്റോഗ്രാഫറെ വയ്ക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണ് അഞ്ജലി ശുക്ല ഇതിൽ ക്യാമറ വുമൺ ആയിട്ട് വരുന്നത്. ആ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടി, തിരക്കഥയ്ക്കുള്ള അവാർഡുകളും ഒക്കെ കിട്ടി. എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം ഒരു സംവിധായകൻ എന്നതിനേക്കാൾ ഉപരി മലയാളം കണ്ട ഏറ്റവും മികച്ച സിനിമാറ്റോഗ്രാഫറാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സംവിധായകൻ എന്നുള്ള നിലയിൽ ഞാൻ തള്ളിപ്പറയൊന്നുമില്ല കേട്ടോ. അദ്ദേഹം അതിന് മികവ് ഉണ്ടാക്കിയ ഒരാൾ തന്നെയാണ്. പക്ഷെ സിനിമാറ്റോഗ്രാഫർ എന്നുള്ള നിലയിൽ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ അതിശയിക്കാൻ ആളുകൾ കുറവായിരുന്നു. ഇപ്പൊ വാനപ്രസ്ഥമാണെങ്കിലും പിറവിയാണെങ്കിലും കുട്ടിശ്രാങ്ക് ആണെങ്കിലും, പിറവിയിലെ സണ്ണി ജോസഫാണ് ക്യാമറ ചെയ്തതെങ്കിലും തീർച്ചയായിട്ടും ഒരു സിനിമാറ്റോഗ്രാഫർ എന്നുള്ള നിലയിൽ അദ്ദേഹമാണ് അതിന്റെ ദൃശ്യങ്ങൾ കമ്പോസ് ചെയ്തെന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. അപ്പൊ അദ്ദേഹം ശരിക്കും ഒരു ദൃശ്യമാധ്യമത്തിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു സംവിധായകനായിരുന്നു. അദ്ദേഹത്തിന്റെ നല്ല സിനിമ സ്വപ്നം കാണാനുള്ള കഴിവിനെ ഞാൻ എന്നും ആദരിച്ചിരുന്നു. ഷാജിയൻ കരുണിന്റെ സോപാനം, അവസാന ചിത്രമായ ഓള് എന്നീ ചിത്രങ്ങൾക്ക് സംഗീതമൊരുക്കിയ പ്രശസ്ത സംഗീതജ്ഞൻ ഡോക്ടർ ശ്രീവത്സൻ ജെ മേനോന്റെ വാക്കുകളിലേക്ക്. സോപാനത്തിന്റെ സമയത്താണ് ഷാജി സാറായിട്ട് ഞാൻ ആദ്യമായിട്ട് കൂടുതൽ അടുക്കണത്. അപ്പൊ സോപാനം മലയാള സംഗീതവും മലയാളത്തിന്റെ ഒരു സംസ്കാരം കാണിക്കുന്ന വിധത്തിലുള്ള പാട്ടുകളും വേണം എന്നായിരുന്നു അന്ന് ഷാജി സാർ എന്നോട് സംസാരിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ ബ്രീഫൊക്കെ തന്നെ വളരെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ബ്രീഫാണ്. ഒരിക്കലും സിനിമയുടെ കഥാസന്ദർഭങ്ങളല്ല അദ്ദേഹം പറയുക. വേറെ ചില മെത്തിക്കലായിട്ടുള്ള മഹാഭാരതത്തിൽ നിന്ന്, രാമായണത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആന നടക്കുന്നത്, മയില് നൃത്തം ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ചില ബ്രീഫുകളൊക്കെയാണ് പാട്ടുകൾക്ക്. സോപാനത്തിലാണെങ്കിലും ശരി, ഓള് അദ്ദേഹത്തിന്റെ അവസാനത്തെ സിനിമയും ഞാൻ തന്നെ മ്യൂസിക് ചെയ്തിരുന്നു. അപ്പൊ അത് 2 സിനിമയിലാണെങ്കിലും അത് ഈ ബ്രീഫുകളൊക്കെ വളരെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള, സാധാരണ സംവിധായകര് നമ്മളോട് പറയുന്ന ബ്രീഫുകളെ അല്ല. സൗന്ദര്യ സങ്കല്പം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കാഴ്ചപ്പാടുകളുള്ള ഒരു മഹത് വ്യക്തിയായിരുന്നു അദ്ദേഹം. നല്ലൊരു പാട്ട് വേണം, അല്ലെങ്കിൽ നല്ലൊരു ചിത്രം വരയ്ക്കണം എന്നൊക്കെ പറയുന്ന പോലെ അല്ല അദ്ദേഹം പറയുക നമ്മളോട്. ഒരു മയില് നൃത്തം ചെയ്യുന്ന പോലെ പാട്ടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കുക. ആ ഒരു ഫീലിംഗ് മറ്റുള്ളവരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ കണ്ണുകളിൽ അങ്ങനെയുള്ള ചില ഭാവങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് അദ്ദേഹം നമ്മളോട് പറയണേ. ഞാൻ ഏതെങ്കിലും ഒരു മ്യൂസിക് പ്രോജക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊരു സിനിമ, ഇപ്പൊ കുമാരനാശാനായിട്ട് അഭിനയിക്കാനൊക്കെ പോയ സമയത്ത് അദ്ദേഹം എനിക്ക് 2-3 സിനിമകളെ റെഫറൻസ് തന്നു, ഇതൊക്കെ ഒന്ന് കാണൂ. അതിനും എന്റെ അഭിനയമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല, ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു വേറൊരു സൗന്ദര്യ സങ്കല്പം നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചു തരും. ഇതാണ് ഷാജി സാറിന് എല്ലാ സുഹൃത്തുക്കളും അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും പറയാനുണ്ടാവുന്ന ഒരു കാര്യം ഇതായിരിക്കും. ഇങ്ങനെ ഓരോരുത്തരുടെ കഴിവുകളെയും ടാപ്പ് ചെയ്ത് അതിന്റെ പൊട്ടൻഷ്യൽ അറിഞ്ഞ് എത്രയോ ചെറുപ്പക്കാർക്ക്, എത്രയോ ആളുകൾക്ക്, ഇപ്പൊ മനോജ് കുറൂർ എനിക്ക് കോളേജ് പഠിക്കുമ്പോഴാണ് വാനപ്രസ്ഥത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പദം മനോജ് എഴുതണത്. ഓരോ സിനിമറ്റോഗ്രാഫർ ആയാലും ശരി, അല്ലെങ്കിൽ മ്യൂസിഷ്യൻ ആണെങ്കിലും ശരി, ടെക്നീഷ്യൻസും, അവരെയൊക്കെ അദ്ദേഹം ആ ടാലന്റ് സ്പോട്ട് ചെയ്യാൻ വല്ലാത്തൊരു കഴിവുണ്ടായിരുന്നു. കോവിഡ് സമയത്ത് നമ്മളൊരു വലിയ കലാകാരന്മാർക്ക് വേണ്ട സാമ്പത്തിക സഹായം ഒക്കെ ഞങ്ങൾ ഓർഗനൈസ് ചെയ്തപ്പോൾ ഷാജി സാറാണ് അതിന്റെ പേട്ടനായിട്ടൊക്കെ വന്നത്. സംവിധായകന്റെ ഒരു കോൺഫിഡൻസ് ആണ് അദ്ദേഹത്തിന്റെ ഫൈനൽ ആയിട്ടുള്ള ഒരു ആർട്ടില് ഇതിന്റെ എല്ലാം പല പല തലങ്ങളിൽ മനുഷ്യർക്ക് ഒരു അനുഭവവേദ്യമാവണം എന്നുള്ളൊരു നിർബന്ധം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വിഷ്വലി ഒരു കഥ പറയുന്നു, അതിന്റെ വേറൊരു തലത്തിൽ പാട്ട് ഒരു കഥ പറയുന്നു, അതിന്റെ മറ്റൊരു തലത്തിൽ അതിന്റെ സൗണ്ടിങ് ഒരു കഥ പറയുന്നു, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മറ്റൊരു കഥ പറയുന്നു. അപ്പൊ അങ്ങനെ 4-5 ലേയേഴ്സ് അദ്ദേഹത്തിന്റെ ഏത് സിനിമ എടുത്താലും അങ്ങനെ പല ലെയറിങ് ഉണ്ടാവും എപ്പോഴും. അവസാനം ഞാൻ കണ്ടത് JC ഡാനിയൽ പുരസ്കാരം മേടിക്കുന്ന വേദി വെച്ചിട്ടാണ്. പക്ഷെ എനിക്ക് ആ സ്റ്റേജിലേക്ക് എത്താൻ സാധിച്ചില്ല. സാറ് വളരെ ക്ഷീണിതനായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ സഹധർമ്മിണിയോടെ ഞാൻ കണ്ട്, എനിക്ക് കാണാൻ പറ്റണില്ലേ, വേറൊരു ദിവസം വരാം എന്ന് പറഞ്ഞു. ശ്രീവത്സന്റെ പാട്ട് എപ്പോഴും ഷാജി സാറ് കേൾക്കാറുണ്ട്, ഈ മോശമായിട്ടുള്ള സമയങ്ങളിലും ആ പാട്ടുകളൊക്കെ കേട്ടിരുന്നു എന്നൊക്കെ എന്നെ പറഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം പിന്നെ എനിക്ക് അദ്ദേഹം പിന്നെ കാണാൻ പറ്റിയില്ലോ എന്നുള്ളത് 10 ദിവസം മുമ്പത്തെ കാര്യമാണ്. കാണണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും അത് പറ്റിയില്ല. ഏതായാലും തിരുവനന്തപുരത്ത് പോകുന്നുണ്ട്, അവസാനമായിട്ടൊന്ന് കാണണം. മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിൽ അടൂർ, അരവിന്ദൻ എന്നീ ചലച്ചിത്ര പ്രതിഭകൾ മത്സരിച്ച് കലാമൂല്യമുള്ള ക്ലാസിക് ചിത്രങ്ങൾ ഒരുക്കിയപ്പോൾ അരവിന്ദൻ സ്കൂളിന്റെ പ്രധാന ആകർഷണമായിരുന്നു ഷാജിയൻ കരുണിന്റെ ക്യാമറ.
പിൽക്കാലത്ത് സംവിധായകനായപ്പോഴും ലോകനിലവാരമുള്ള സൃഷ്ടികൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചു. 2011 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചു. മലയാള സിനിമാ ചരിത്രത്തെ ലോക സിനിമയുടെ നെറുകയിൽ അടയാളപ്പെടുത്തി വിട പറയുന്ന ആ വലിയ ചലച്ചിത്രകാരന് ശ്രദ്ധയുടെ പ്രണാമം. ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിനീഷ് സുരേന്ദ്രൻ. ആശയം നിർവഹണം സി കൃഷ്ണകുമാർ. ശ്രദ്ധ.